ക്യൂട്ടീസ് ബിസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് വെർമസെല്ലിയാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം ഇത് തിളപ്പിക്കുകയാണ്. ഇതിലേക്ക് അല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വെർമസെല്ലി ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും ഞാൻ 1 കപ്പ് വെർമസെല്ലി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ വെർമസെല്ലി കറക്റ്റായിട്ട് വെന്ത് വരും. അത് ഇങ്ങനെ കുറച്ചെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു പാകത്തിന് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വെർമസെല്ലി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഇത് ഒഴിച്ച് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അങ്ങ് മാറ്റിയിട്ട് വെർമസെല്ലി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇത് അരിച്ചെടുത്ത ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെർമസെല്ലിയിലുള്ള ആ ഒരു കൊഴുപ്പൊക്കെ അങ്ങ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വെർമസെല്ലി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ചെറിയ പീസാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. റവയ്ക്ക് പകരമായിട്ട് അരിപ്പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഗ്രീൻ ചില്ലി ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ പാനാണ് ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബോൾ ഷേപ്പിലാക്കിയ ശേഷം ഇത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് വരില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിനകത്തെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയി ലഭിക്കുന്നതാണ്.